നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലിയേക്കര മേൽപ്പാലത്തിനടിയിൽ 70-കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി റിമാൻഡിൽ. തലവണിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പണ്ടാരപ്പറമ്പിൽ ചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് ധർമ്മപുരി സ്വദേശി 34 വയസ്സുള്ള പ്രഭാകരനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ജൂലൈ 14 രാവിലെ മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ ചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പുതുക്കാട് പോലീസ് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവം അറിഞ്ഞയുടൻ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സീൻ കാർഡ് ഏർപ്പെടുത്തുകയും സയന്റിഫിക് ഓഫീസർ, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവർ ചേർന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിരുന്നു. ചന്ദ്രൻ വർഷങ്ങളായി കുടുംബം ഉപേക്ഷിച്ച് പാലിയേക്കര മേൽപ്പാലത്തിനടിയിലാണ് തങ്ങാറുള്ളത്. ആക്രി പെറുക്കി വിറ്റാണ് ചന്ദ്രൻ ജീവിത ചെലവിന് പണം കണ്ടെത്തുന്നത്. പ്രതിയായ പ്രഭാകരനും ആക്രി പെറുക്കി വിറ്റ് ജീവിക്കുന്നയാളാണ്. ഒരാഴ്ചയായി ചന്ദ്രനോടൊപ്പമാണ് രാത്രിയിൽ പ്രഭാകരൻ തങ്ങുന്നത്. ജൂലൈ 13 ആക്രി പെറുക്കി വിറ്റ പണം ഉപയോഗിച്ച് പാലിയേക്കര മേൽപ്പാലത്തിനടുത്തുള്ള കള്ളുഷാപ്പിൽ വെച്ച് കള്ളു കുടിച്ചിരുന്നു. തുടർന്ന് പാലത്തിനടിയിൽ വെച്ച് ബിവറേജിൽ നിന്ന് ഇരുവരും ചേർന്ന് മദ്യം വാങ്ങുകയും വീണ്ടും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ചെയ്തിരുന്നു. രാത്രി മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിൽ ചന്ദ്രൻ പ്രതിയുടെ അമ്മയെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ചന്ദ്രനെ കരിങ്കല്ലുകൊണ്ടും കോൺക്രീറ്റ് കഷ്ണങ്ങൾ കൊണ്ടും തലയിൽ എറിഞ്ഞും അടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. അന്വേഷണ സംഘം പല ടീമുകളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിൽ തലേ ദിവസം ചന്ദ്രനോടൊപ്പം കാലിൽ മുട്ടിന് താഴെയുള്ള മുറിവ് കെട്ടിവെച്ച നിലയിൽ ഒരാൾ ഉണ്ടായിരുന്നതായും അയാളെ ഇപ്പോൾ കാണാനില്ലെന്നും വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ഇത്തരത്തിലുള്ള അടയാള വിവരങ്ങളോട് കൂടിയ ആളെക്കുറിച്ച് അന്വേഷണ സംഘം പല ടീമുകളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുന്നതിനിടയിൽ കുട്ടനെല്ലൂർ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ ഇതുപോലെയുള്ള ഒരാൾ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചത്. തുടർന്ന് കുട്ടനെല്ലൂരിൽ അന്വേഷണ സംഘം എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രഭാകരൻ തമിഴ്നാട് ധർമ്മപുരി പൊന്നകരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാളെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും മറ്റൊരാളെ ആയുധമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SIമാരായ ഋഷിപ്രസാദ്, പാട്രിക്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ ലിയാസ്, ജോബി, ദീപക്, ഷിനോജ, അരുൺ, മനീഷ്, ഫൈസൽ, യദുകൃഷ്ണൻ, ജിൻഡോ, ഷെയ്ഖ് ഇബ്രാഹിം എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ദേശീയപാത പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ടാങ്കർ ലോറിയും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ദേശീയപാതയിൽ അപ്രതീക്ഷിതമായി നിർത്തിയതോടെ പിറകിൽ വരികയായിരുന്ന കാർ മറുഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. ഇതോടെ ഒരേ ട്രാക്കിലായ വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ലോറിയുടെ മുൻഭാഗത്ത് കുടുങ്ങി. അപകടത്തെ തുടർന്ന് കാറിൽ നിന്ന് റോഡിലേക്ക് ഓയിൽ ചോർന്നത് മറ്റൊരു അപകടത്തിനും വഴിവെച്ചു. ഓയിലിൽ തന്നെ ബൈക്ക് മറിഞ്ഞു. ബൈക്ക് യാത്രക്കാരൻ റോഡിലേക്ക് വീണെങ്കിലും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് കിടപ്പുരോഗികളായ ദമ്പതികൾക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 11:30 അപകടമുണ്ടായത്. വീടിനുള്ളിൽ പുക നിറഞ്ഞതോടെ ശ്വാസതടസ്സം നേരിട്ട ദമ്പതികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടപ്പൻ, അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. വീടിനുള്ളിൽ പുക നിറഞ്ഞതിനെ തുടർന്നാണ് ഇവർ ഉണർന്നത്. തുടർന്ന് അയൽവാസികളുടെ സഹായം തേടുകയായിരുന്നു. അവരെത്തിയാണ് വീടിനുള്ളിൽ നിന്നും ഇവരെ പുറത്തെത്തിച്ചത്. അപ്പോഴേക്കും ഫ്രിഡ്ജ് പൂർണ്ണമായും പൊട്ടിത്തെറിച്ചിരുന്നു. പുക ശ്വസിച്ച് ദമ്പതികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. ഇവരുടെ പരുക്ക് ഗുരുതരമല്ല. ഷോർട്ട് സർക്യൂട്ടായിരിക്കും അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളലുണ്ട്. ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ 1ാം വർഷ ബിരുദാനന്തര ബിരുദ കോഴ്സുകളുടെ വിദ്യാരംഭം നടത്തി. കപ്പുച്ചിൻ സഭ പ്രൊവിൻഷ്യൽ ഡോക്ടർ ഫാദർ ജെയ്സൺ കാളൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് സ്ഥാപക മാനേജർ ഡോക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. കമ്പ്യൂട്ടർ വകുപ്പ് മേധാവി ഡോക്ടർ TA റിൻസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി.
ബൈബിൾ, ഖുറാൻ, ഭഗവത്ഗീത എന്നിവയുൾപ്പെടുന്ന മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ വിദ്യാർത്ഥികൾ വായിച്ചു. ഗവേണിംഗ് ബോഡി അംഗങ്ങളായ ഫാദർ ആന്റണി തെക്കിനിയത്ത, ഫാദർ വിൽസൺ കൊടുങ്ങൂക്കാരൻ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിമി വർഗീസ്, PTA വൈസ് പ്രസിഡന്റ് രാജേഷ് കുമാർ മഠത്തിൽ, ഓഫീസ് സൂപ്രണ്ട് ഡോക്ടർ പോൾ ജെ ആലപ്പാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സീന മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പാലാ മാർസ്ലീവ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ C. ജൂലി എലിസബത്ത് മാതാപിതാക്കൾക്കായി മാർഗനിർദ്ദേശ ക്ലാസ് നയിച്ചു. അതിനോളം വലിയ പുണ്യം നിങ്ങളുടെ ജീവിതത്തിലില്ല. സ്നേഹരാഹിത്യം കൊണ്ട് അവരെ നമുക്ക് മുറിവേൽപ്പിക്കാതിരിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഞങ്ങളുടെ മക്കളുടെ പാതകൾക്ക് വെളിച്ചം നൽകണമേ. ജീവിതത്തിന്റെ അവിസ്മരണീയമായ ഒരു ദിനമാകട്ടെ, ഒരു ചുവടുവയ്പാകട്ടെ ഈ ദിനം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ വിദ്യാലയങ്ങളും എല്ലാ കലാലയങ്ങളും വിദ്യ നൽകുന്നുണ്ട്, വിദ്യ നൽകുന്നതിൽ സമ്പന്നരാണ്. പക്ഷേ ഈ ദിനം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രചോദിക്ക് അവകാശപ്പെടാനുള്ള ഒരു അനന്യതയുണ്ട്, ഒരു അതുല്യതയുണ്ട്. അത് മറ്റൊന്നുമല്ല, വിദ്യ നൽകേണ്ടത് സമഗ്രമായ സമ്പ്രദായത്തിലൂടെയും വിദ്യാഭ്യാസ രീതിയിലൂടെയും ആകണം. ഹോളിസ്റ്റിക് അപ്രോച്ച് വിദ്യാഭ്യാസത്തിന് അനിവാര്യമാണെന്ന് ആരംഭം മുതലേ മുറുകെ പിടിക്കുകയും ഇന്നും അതിലൂടെ വിദ്യ പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന, അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ, അല്ലെങ്കിൽ അതിന് ആരംഭം കുറിച്ചിരിക്കുന്ന ഒരു കലാലയമാണ് പ്രചോദി നികേതൻ. അതിന്റെ പ്രകാശവും മൂല്യങ്ങളുടെ ഊഷ്മളതയും ഒരുപോലെ പകരുന്ന കലാലയമാണ് പ്രചോദി നികേതൻ കോളേജ്. വിദ്യാഭ്യാസം വെറും തൊഴിൽ നേടാനുള്ള ഉപാധിയല്ല, മറിച്ച് വ്യക്തിത്വത്തെ വാർത്തെടുക്കുകയും സമൂഹത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയാണെന്ന വിശ്വാസത്തിലാണ് ഈ സ്ഥാപനത്തിന്റെ യാത്ര. CPM-നെതിരെ കേന്ദ്ര ഏജൻസിയായ ED കള്ളക്കേസും വേട്ടയാടലുകളും നടത്തുന്നുവെന്നാരോപിച്ച് CPM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CV രവി അധ്യക്ഷനായി. MV സതീഷ് ബാബു, TA ഉണ്ണികൃഷ്ണൻ, CC ബിജു, PK കൃഷ്ണൻകുട്ടി, PS പ്രശാന്ത, അശ്വതി വിബി, വൃന്ദ ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ഈ ചുമന്ന കൊടി പിടിച്ചുകൊണ്ട് നടത്തിയ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പുകൾ ഈ രാജ്യം കണ്ടത്. അതിന്റെ ഭാഗമായി ഈ പാർട്ടിയുടെ സമുദ്ര നേതാക്കന്മാർ അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. ക്രൂരമായ ഭർത്തൃത്വയായി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ തീർത്ത് മുന്നോട്ട് പോകുന്ന ഭാഗമായി, ഈ ചുമന്ന കൊടി പിടിച്ചതിന്റെ ഭാഗമായി ഒരുപാട് സഖാക്കളുടെ ജീവിതത്തെ കൊണ്ടാണ് ഈ പാർട്ടി ഹിന്ദുരാഷ്ട്ര പാർട്ടിയായി മാറിയത്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,135 രൂപയും പവന് 1,05,080 രൂപയും രേഖപ്പെടുത്തി. എറവക്കാട് കാരയിൽ വീട്ടിൽ രാമകൃഷ്ണൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറി. ജാനകിയാണ് ഭാര്യ. സുധ, സുരേഷ്, പരേതനായ സുനിൽ എന്നിവർ മക്കളും ഉല്ലാസ്, ഗീതാഞ്ജലി, മീനാക്ഷി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.